ഹായ് ഫ്രണ്ട്സ്, പാത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിൽ നന്ദിനിയുടെ ശബ്ദം കേട്ട് വിക്രം എന്താ നന്ദിനി എടുത്തി എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലാണ്. ഹോ, അപ്പൊ നന്ദിനി എടുത്തി പണി തുടങ്ങി. അങ്ങേര് പിടിച്ച് തിന്നാതിരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞാ വേദ പോകുന്നത്. അങ്ങനെ നന്ദിനിയുടെ അടുത്ത് ചെന്ന് കാര്യം തിരക്കുമ്പോ നന്ദിനി പറയും, നീ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഈ കാപ്പി കുടിക്കേ. വിക്രം ചോദിക്കും, ഇതെന്താ കാപ്പിയായിട്ട്? നന്ദിനി എടുത്തി പതിവില്ലാതെ. നന്ദിനി വേദനയും ശ്രീചരത്തിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറയും, ഇനി ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ കയ്യിൽ നിന്ന് വിശ്വസിച്ച് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. ഇതും കേട്ടായിരിക്കും കമല അങ്ങോട്ട് വരുന്നത്. അതെന്താ നന്ദിനി അങ്ങനെ ഒരു പറച്ചില്? കയ്യിലെ വാഴയുടെ പൂവുണ്ട്, ഇത് തോരൻ വെക്കാം, അത്തേക്ക് വെക്ക് ശ്രീജ എന്ന് പറഞ്ഞിട്ടാ ശ്രീചരത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. നന്ദിനി പറയും, വിഷം തൊടാത്ത വാഴക്കുമ്പാ, വേറൊന്നും കലർത്തിയേക്കല്ലേ ശ്രീചരത്തി. വിക്രം കാപ്പി വയ്ക്കുമ്പോ നന്ദിനി പറയും, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, നീ ഒന്ന് കുലുക്കുഴിഞ്ഞേ ആ ഉറക്കച്ചടവൊക്കെ മാറിയിട്ട് വാ. ഈ കോഫിക്ക് എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണല്ലോ. അങ്ങനെ വിക്രം അവിടെ പൈപ്പിന്റെ അടുത്ത് പോയി അതുപോലെ ഫ്രഷായി അവിടുന്ന് തോർത്തൊക്കെ എടുത്ത് തുടച്ചോണ്ട് വരും. ഇനി കുടിച്ചോന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വിക്രം അത് വാങ്ങിച്ച് കുടിക്കുമ്പോ എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ടോ? വിക്രം പറയും, ഇല്ല. ശ്രീചേട്ടത്തിക്ക് നല്ല പേടിയുണ്ട്. വേദയെ നോക്കുമ്പോ വേദ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടും. നന്ദിനിക്കും ഇനി ഇന്നലെ പായസം കുടിച്ചപ്പോ എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഒരു സംഭവം പായസം ഉണ്ടാക്കി എന്നെ കമല അറിയുന്നത്. പായസോ? നിങ്ങൾ എന്തൊക്കെയാ പിള്ളേരെ പറയുന്നത്? നന്ദിനി പറയും, അമ്മ അറിയാണ്ട് ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് കരുതിയിട്ടാ. നീ പറ വിക്രം, നിനക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നു? വിക്രം പറയും, ഇല്ല. നന്ദിനി പറയും, അതാണ്, അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പഴവും പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തുണ്ടാക്കിയതല്ലേ, അതിൽ ഇത്തിരി ഗുളിക കൂടെ ചേർത്താലേ അതിന്റെ ചവർപ്പ് ആരറിയാനാണ്. അത് കേൾക്കുമ്പോ തന്നെ വിക്രം വേദയെ നോക്കും. വേദ ഇങ്ങനെ അറിയാത്ത പോലെ നിൽക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ പിള്ളേരെ എന്ന് കമല വീണ്ടും പറയുമ്പോ വേദ പറയും, നന്ദിനേച്ചി എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന. പിച്ചും പെയ്യും പറയാൻ ഞാൻ എന്താ സ്വഭാവം ഇല്ലാതെ നിൽക്കണോ? വേദ പറയും, ആർക്കറിയാം. വേദ പറയും, എന്റെ അമ്മേ, ശ്രീചേട്ടത്തിയുടെ പുതിയ സംരംഭത്തിന്റെ സന്തോഷത്തില് ഞങ്ങൾ പായസം ഉണ്ടാക്കി, അതിന്റെ പേരിലാ നന്ദിനിയുടെ ഈ ചന്ദ്രഹാസം എടുക്കുന്നത്. ശരി, എങ്കിൽ ആ പായസം നിങ്ങൾ എന്താ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാഞ്ഞേ എന്ന് നന്ദിനി വയ്ക്കുമ്പോ അതിന് അച്ഛനും അമ്മയും അമ്പലത്തിലെ അത്താഴ ശിവയിലേക്ക് കഴിഞ്ഞിട്ടല്ലേ വന്നത്. നന്ദിനി പറയും, അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത്തിരി കുടിച്ചാ അവർക്ക് എന്താ വയറ്റിന് പിടിക്കത്തില്ലേ? എന്താ ശ്രീജ ഉണ്ടായത് എന്ന് കമല വയ്ക്കുമ്പോ ശ്രീജ പേടിച്ച് നിൽക്കണേ. നന്ദിനി പറയും, ശ്രീജയടുത്തി ഒന്നും പറയില്ല, കൂട്ടുപ്രതിയല്ലേ. അപ്പൊ വിക്രം ചോദിക്കും, നന്ദിനിയടുത്തി എന്തോ ഗുളിക കലക്കിന്ന് മറ്റോ പറഞ്ഞല്ലോ, എന്താ അത്? നന്ദിനി പറയും, അത് നീ നിന്റെ ഭാര്യയോട് തന്നെ നേരിട്ട് ചോദിക്കടാ. അപ്പൊ വിക്രം വേദയുടെ അടുത്ത് ചെന്നിട്ട് വയ്ക്കും, വേദ എന്താ നന്ദിനിയടുത്തി പറഞ്ഞേ? എനിക്കറിയില്ല, ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടെന്നാ തോന്നുന്നത്. ഇത് കേൾക്കുന്നതോ നന്ദിനിക്ക് അങ്ങ് കലികേറും. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിച്ചാലുണ്ടല്ലോ. ഇവരിന്നലെ പായസം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാമ്മേ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് വിഷം കലക്കി തരുന്നേ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഞാനെന്തോ പേടിക്കുന്നേ? പിന്നെ ഒരു പായസം ഉണ്ടാക്കി വിക്രമിന് മാത്രമുള്ളതെന്ന് പറഞ്ഞപ്പോ അതെന്താ ഒരാൾക്ക് മാത്രം എന്ന് ചോദിച്ചപ്പോ ഇതാ ഈ മൂദേവി പറയാ ഇവൾക്ക് വാക്കുണാണെന്ന്. അത് കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ പേരിൽ എനിക്കിട്ട് തട്ടിയതാന്ന് എനിക്ക് മനസ്സിലായി. വേദ അറിയും, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ അതല്ല, അതിനപ്പുറം വിചാരിക്കും. സ്വന്തം ഭർത്താവിനെ രാത്രി മയക്കുഗുളിക കൊടുത്ത് ഓർക്കി കിടത്തിയവളല്ലേടി നീ. അപ്പൊ കമല ഞെട്ടും, മയക്കുഗുളിക കൊടുക്കേ? അതെ അമ്മേ, അതാ പായസം ആദ്യം തരാൻ എനിക്ക് മടിച്ചത്. ഞാൻ നിർബന്ധം പിടിച്ചത് വാങ്ങിച്ചു കുടിച്ച്. അപ്പോഴാ ഈ വേതാളം സത്യം പറയുന്നത്. അടുക്കളയിൽ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. രാത്രി ബോധം കെട്ട് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോ വിനേട്ടൻ നെറ്റിയിലൊരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുക, കുംഭകർണിന്ന്. കേൾക്കുമ്പോ വേദയ്ക്ക് ചിരി വരുന്നുണ്ട്. നന്ദിനി ഇത് കണ്ട് പോടീന്ന് വിളിക്കും. വിക്രം വേദയുടെ അടുത്ത് നോക്കും. അപ്പൊ ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയതിന്റെ കാരണം അതാണല്ലേ? പറയടി. പറയാൻ. അപ്പൊ വേദ പറയും, അതെ, നിങ്ങൾക്കുള്ള പായസത്തിൽ ഇന്നലെ ഞാൻ ഉറക്ക ഗുളിക കലർത്തിയിരുന്നു. എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വിക്രം കൈയൊങ്ങുമ്പോ വേദ പറയും, തൊട്ടു പോവരുത് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ നോക്കുമ്പോ വിക്രം പതിയെ കൈതാത്തും. അത് ഞാൻ ഇന്നലെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വീണ്ടും പോലീസ് ലോക്കപ്പിലാവുമായിരുന്നു. വിക്രം പറയും, അത് എന്റെ തീരുമാനം, അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. വേദ പറയും, ഇടപെടും. ഒരിക്കൽ കൂടെ ശ്രീനിവാസിന് വേണ്ടി ജയിലിൽ പോവാൻ ഞാൻ അനുവദിക്കില്ല. എന്നിട്ട് കമലയോട് കാര്യങ്ങളൊക്കെ പറയണേ. ശ്രീധരൻ തേരാട്ടിൽ സർ SP ഓഫീസിലെ ഇന്നൊരു പരാതി കൊടുക്കും. ശ്രീനിവാസനെതിരെ. അയാളെ ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോകാനായിരുന്നു ഇവരുടെ പ്ലാൻ. ശ്രീധരൻ സാറിനെ പോലെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് വിക്രമിനെ വെറുതെ വിടും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? വിക്രം പറയും, അയാൾക്കൊന്നും സംഭവിക്കില്ല. വേദയ്ക്കും എന്ന് നിങ്ങൾ പറയുന്നു. ശ്രീധരൻ സാർ എതിർത്താൽ നിങ്ങൾ ബലം പ്രയോഗിക്കില്ലേ? അതിനിടയിലെ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും അയാൾ എന്തെങ്കിലും ചെയ്താ ഇനി കൊലയാളി എന്നുള്ള പദവി കൂടെ വേണോ വിക്രമിനെ? കമലെ ആകെ പേടിക്കും. വേദ പറയും, അമ്മേ, ഒരു രാത്രി വിക്രമിനെ ഉറക്കി കിടത്തി എന്നുള്ളത് ശരിയാ. ജീവിതകാലം മുഴുവൻ ഇനിയും ജയിലിലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു തൂക്കുകയറിലും ചെന്ന് വീഴാനുള്ളതാണോ വിക്രമിന്റെ ജീവൻ? ഈ ജീവിതം? കമല ഒന്നുകൂടെ പേടിക്കും. ഇനി അമ്മ പറ, ഞാൻ ചെയ്തതാണോ തെറ്റ്? അതിൽ കമലയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരികയാണേ. വിക്രമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രമിനെ നോക്കി മുഖത്താഞ്ഞടിക്കാണ്. എന്നിട്ട് പറയും, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നിന്റെ അച്ഛൻ അതിൽ കൂടുതൽ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്. അതൊന്നും നീ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ ജീവിതത്തിലേക്ക് ഒരു മഹാലക്ഷ്മിയെ കടന്നു വന്നവളാ ഈ പെൺകുട്ടി. അവളുടെ കണ്ണീര് കൂടെയും മുറ്റത്ത് വീണ ഒരു കാര്യം ഞാൻ ചെയ്യൂ, ഒരു പാട്ട മണ്ണെണ്ണ ഞാൻ എന്റെ തലയിൽ ഒഴിക്കും. വിക്രം ആകെ പേടിച്ചു. വിക്രം മാത്രല്ല
അവരെല്ലാവരും പേടിക്കും. നിന്റെ മുന്നിൽ ജീവനോടെ ഞാൻ നിന്ന് കത്തും. മരണം വരെ നിന്റെ മുന്നില് നിന്റെ കൺമുന്നിൽ ആ കാഴ്ച ഉണ്ടാവും. ഓർത്തോ നീയെ എന്നും പറഞ്ഞ് കമല അകത്തേക്ക് പോകും. എല്ലാവരും നല്ല ഷോക്കാവുന്നുണ്ട്. വേദയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വരെയാണ് വിക്രമിനോട്. വിക്രം ഇതും കൂടെ കേട്ട് ഞെട്ടിൽ മാറാണ്ട നിൽക്കുക. അങ്ങനെ വേദ കമലയുടെ അടുത്തേക്ക് പോവാണ്. കമലമ്മ റൂമിലിരുന്ന് ഇങ്ങനെ കരയാണ്. വേദ അടുത്ത് ചെന്ന് തോളിൽ കൈവയ്ക്കും. എനിക്ക് ഇന്നലെ അപ്പൊ തോന്നിയത് വിക്രമിനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും പുറത്ത് വിടരുതെന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ കമല കെട്ടിപ്പിടിക്കാൻ വേദയെ. എന്നിട്ട് വേദയുടെ മാറോട് ചേർന്ന് കിടന്ന് ഇങ്ങനെ സങ്കടത്തിൽ കരയും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനി സാറിന്റെ വീട്ടിലാണ്. അവിടെ പുളിക്കിൽ വന്ന് ഇന്നലെ വിക്രം വരാത്തതിന്റെ കാരണം പറയണേ. വേദയാണ് ഫോണെടുത്ത് സംസാരിച്ചെന്ന്. അപ്പൊ സുധ പറയും ഫോണെടുത്ത് വേദ അങ്ങനെ പറഞ്ഞെങ്കിലേ വിക്രം എല്ലാം വേദയോട് പറഞ്ഞു എന്നല്ലേ. ശ്രീനി സാർ പറയും ഇല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. സുധ വീണ്ടും ചോദിക്കും പിന്നെങ്ങനെ കരച്ചെന്ന് വിളിക്കണം എന്ന് തോന്നിയതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ശ്രീനി സാർ പറയും അത് നന്നായി. അപ്പോഴേക്കും പുളിക്കലിനൊരു കോള് വരികയാണേ SP ഓഫീസിൽ നിന്ന്. ഒരു സൂരജ എടുത്ത് സംസാരിക്കാൻ പറയുമ്പോൾ പുളിക്കൽ അതെടുത്തോണ്ട് അങ്ങോട്ട് പോകും. അപ്പോ സുധോയ്ക്കും ഞാനൊരു സംശയം ചോദിക്കട്ടെ, ആ ശ്രീധരനും വേദയും കൂടെ ഒരുമിച്ചാണോ? അല്ല, അയാൾ വന്നു പോയതിനു ശേഷല്ലേ വേദയെന്ന് വന്നത്? രണ്ടാളും വന്നത് ഏതാണ്ട് ഒരേ കാര്യത്തിനല്ലേ? നിങ്ങൾക്കെതിരെ സംസാരിക്കായിരുന്നില്ലേ രണ്ടാളും? അതെ, ഒരർത്ഥത്തിൽ രണ്ടാളും ഭീഷണിപ്പെടുത്താനാ വന്നത്. അതുകൊണ്ട് അവരൊന്നിച്ചു മുന്നോട്ട് പോവാണെന്ന് പറയാൻ പറ്റുമോ? സുധോറയും ഇന്നലെ വേദ ആവശ്യപ്പെട്ടതുകൊണ്ട് വിക്രം പുറത്തിറങ്ങാതിരുന്നതാണെങ്കിലോ? വിക്രം അറിഞ്ഞിട്ട് തന്നെയാണ് വേദ പറഞ്ഞതെങ്കിലോ? ശ്രീനി സാർ പറയും അതിന് വിക്രം തയ്യാറാവോ? സുധോറയും ഞാൻ ഒരു കാര്യം ചെയ്യരുതെന്ന് ശ്രീനേട്ടനോട് കണിശമായി പറഞ്ഞ ശ്രീനേട്ടൻ പിന്നെ അത് ചെയ്യോ? ഒരുമിച്ച് കഴിയുന്ന ഒരു പുരുഷനും സ്ത്രീക്കും ഇടയിൽ എന്തൊക്കെയാ ഉടമ്പടികളാ ഉണ്ടാവാന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റുമോ? അല്ല, അതിന് അങ്ങനെ ഒരു ജീവിതം അവർക്കിടയിൽ ഇല്ലെന്നല്ലേ വിക്രം പറയുന്നത്? അവ സുധ പറയും അത് നമുക്കറിയോ? അത് നമ്മളോട് പറയുന്നല്ലേ, അവൻ എന്തിനു കള്ളം പറയണം? സുധ പറയും അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നേ വരെ വിക്രം പോലും സംശയിക്കാതിരുന്ന നമ്മുടെ ശ്രീകുമാറിനെ കുറിച്ച് ആ വേദ കണ്ടെത്തണമെങ്കിൽ ആ വിക്രമിന്റെ ജീവിതത്തെക്കുറിച്ച് അവള് നന്നായി പഠിച്ചിട്ടുണ്ടെന്നല്ലേ. അടുപ്പവും സ്നേഹവും ഇല്ലാത്ത ഒരാളുടെ പാസ്റ്റ് തേടി വേദ പോകുന്നേ ശ്രീനേട്ടന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്ക് പുളിക്കൽ വന്നിട്ട് SP ഓഫീസിൽ പരാതി എത്തിയതിനെ കുറിച്ചും അവിടുന്ന് ചെറുകിട വ്യവസായികൾക്കും കട കത്തിച്ചതിന്റെയും അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വിക്രം വരുന്നത്. എന്താടോ ഇന്നലെ എന്തു പറ്റി? അപ്പൊ വിക്രം പറയും സോറി സാർ, പറ്റിപ്പോയി. അത് സാരമില്ല, മനുഷ്യരാകുമ്പോ ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികം. നീ ഉറങ്ങിയെന്നും നിങ്ങളുടെ പ്ലാൻ നടക്കില്ലെന്നും വേദ ഇവരോട് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് നീ പറഞ്ഞിട്ടാണോ വേദ അറിഞ്ഞത്? അപ്പൊ വിക്രം പറയും അല്ല, നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന അവള് കേട്ടിരുന്നു. എന്നിട്ട് അവൾ എനിക്ക് ഭക്ഷണത്തില് ഉറക്ക ഗുളിക കലക്കി തന്നു. ഇത് കേൾക്കുന്ന ശ്രീനി സാർ പൊട്ടിച്ചിരിക്കും. ഇതെന്താണോ സിനിമാ കഥയോ? സത്യമായിട്ടും അതാ ഉണ്ടായത്. ഇനിയൊരു പിഴവുണ്ടാവില്ല, ഇന്ന് തന്നെ കാര്യം നടത്താം. അപ്പൊ ശ്രീനി സാർ പറയും വേണ്ട, അവര് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്താല് ആ കേസില് നല്ല സ്ട്രോങ് ആവേ ഉള്ളൂ. അപ്പോ അതിനി വേണ്ട. വിക്രം പറയും എങ്കിൽ സാറേ എങ്ങോട്ടേക്കും ഒന്ന് മാറി നിന്നോടെ? അത് ശരിയാവില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒളിവിൽ പോയെന്ന് വരും. അതും കേസിനെ ബലപ്പെടുത്തും. ഇതാവുമ്പോ അതൊരു കള്ളക്കേസാണെന്ന് നമുക്ക് തെളിയിക്കാം. താൻ ചെല്ലേ പാർട്ടി ഓഫീസിലേക്ക്, തൻ്റെ അളിയൻ്റെ ഫാക്ടറിയിലെ യൂണിയൻ കാര്യങ്ങൾ നോക്ക്. ഓഫീസിലേക്ക് ചെല്ലേ, അവിടെ നിന്നെ ചിലർ കാത്തിരിക്കുന്നുണ്ട്. യൂണിയൻ പ്രവർത്തനങ്ങൾക്കായി എന്തൊക്കെ ചെയ്യണമെന്ന് അവര് പറയും. ചെല്ലേ. അങ്ങനെ വിക്രം അവിടുന്ന് പോകുമ്പോ പുളിക്കലിൻ്റെയോട് പറയും പുളിക്കാ, അവനെ സംശയിക്കാറായിട്ടില്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ശരി സാർ, നീ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോ. അങ്ങനെ പുളിക്കൽ അവിടുന്ന് പോവും. ശ്രീനി സാറിന്റെ സ്വഭാവങ്ങളൊക്കെ പതിയെ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്രീജെടുത്തി ഫുഡ് കൊടുക്കണേ. അങ്ങനെ ഇന്നലത്തെ കാര്യങ്ങൾ, അതായത് പുതിയ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു വിശ്വേട്ടൻ്റെ സംസാരം. ഒരു വണ്ടി വാങ്ങിച്ചാലേ വിശ്വേട്ടന് തന്നെ അതൊക്കെ കൊണ്ടുവിടാലോ. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വിക്രമിനെ കൊണ്ടും ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ വിക്രം ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. വേദ പറയും വിക്രം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? വിക്രമിനെ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ഒരു കാര്യത്തിനും വിടാതെ വീട്ടിൽ പൂട്ടിയിടണം. എങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അവ ശ്രീചേർത്തി പറയും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ടൂർ പോയിക്കൂടെ? വേദയ്ക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂറോ? ശ്രീചേർത്തി പറയും അതെ, എന്തെങ്കിലും പറഞ്ഞ് വടക്കിന്ത്യയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ മാത്രമാവുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും വിക്രമിന്. ഇപ്പം മനസ്സറിഞ്ഞ് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വേദ പറയും ഇല്ല. അത് ശരിയാ. ശ്രീചേർത്തി പറയും വേദ എന്ന് പറഞ്ഞില്ലേ, പരസ്പരം ബഹളം വെക്കുന്നതും വഴക്കൂടുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന്റെ പ്രകടനങ്ങളാണെന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് ശ്രീചേർത്തിക്ക് തോന്നുന്നുണ്ടോ? ശ്രീജ പറയും അല്ലെന്നേ, എനിക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കും തോന്നണ്ടേ. അതിന് നിങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം പുറത്തു വരണം. അതിന് നിങ്ങൾ മാത്രമായിട്ടുള്ള ചില നിമിഷങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാന്നുള്ളതാ. ഏത് പറയും ആഹാ, ശ്രീജർത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കും. ആദ്യമായിട്ടാണല്ലോ ഞാനിതൊക്കെ കേൾക്കുന്നത്. ശരിയാ, സാധാരണ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതാ എനിക്ക് ശീലം. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലാന്നൊരു തോന്നല് എന്നെ കുറിച്ചുണ്ടെന്ന് എനിക്കറിയാം. വേദ പറയും അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. വേദ എങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് വേദയെ അത്രയ്ക്ക് ഇഷ്ടാ. എന്റെ അനിയന് കിട്ടിയ ഭാഗ്യ വേദ.
ആ ഭാഗ്യം എന്നും അവന്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേദവരം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ അതിന് വേണ്ട ഒരു മനസ്സ് വേണ്ടേ? അതിലേക്ക് നമുക്ക് വിക്രമിനെ ആദ്യം ശരിപ്പെടുത്തി എടുക്കണം. അതിനാദ്യം ഒരു പ്രശ്നത്തിലേക്കും ഇടപെടാതെ വിക്രമിനെ കുറച്ചു നാളെ നമ്മുടെ കയ്യിലാക്കണം. അതിന് പറ്റിയൊരു മാർഗം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. ശ്രീചേർത്തി നോക്കിക്കോ, ഏട്ടത്തിയുടെ അനിയനെ ഞാൻ മെരുക്കിയെടുക്കും ഉറപ്പാ എന്നും പറഞ്ഞ് വേദ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കമല ഇങ്ങനെ റൂമിൽ കിടന്ന് കരയാണ്. അപ്പോഴായിരിക്കും മാഷു പുറത്തെവിടെയോ പോയി വരുന്നത്. എന്തു പറ്റി കമല, വയ്യേ, എന്താ അവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷു പറഞ്ഞത് ശരിയാ, ഞാൻ അവനൊരിക്കലും നന്നാവില്ല. ആ കുട്ടി കാരണം നമ്മുടെ മകൻ നന്നാവും എന്നുള്ള ആ സ്വാർത്ഥതയാ ആ കുട്ടിയെ ഞാൻ ഇവിടെ നിർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മാഷോട് പറയണേ. ഇതെല്ലാം കേൾക്കുമ്പോൾ മാഷ് ആകെ ഷോക്കാവും. മാഷോയ്ക്കും ആ കുട്ടി എന്തിനാ കമല അവന് വേണ്ടി ഇത്രയൊക്കെ സഹിക്കുന്നത്? അവനെ അവന്റെ വിധിക്ക് വിട്ടു കൊടുത്തിട്ട് അവൾക്ക് ഇറങ്ങി പോകുന്നതാ നല്ലത്. ഇടയ്ക്കെപ്പോഴോ അവളെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു പോയതാണ്. അത് പക്ഷേ അവളുടെ ജീവിതം വെച്ചുള്ള കളിയാണെന്ന് ഓർക്കാതെ പോയി. അവൻ നന്നാവില്ല കമല എന്ന് പറഞ്ഞുകൊണ്ട് മാഷു സങ്കടപ്പെടുന്ന കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് വീക്കിലെ പ്രൊമോയിലെ വിക്രമിനെ ഇവര് രണ്ടുപേരും കൂടെ, അതായത് കമലയുടെ സഹായത്തോടെ വേദ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വൃശ്ചിക മാസം ആവുമ്പോ വിക്രമിനെ കൊണ്ട് മാലയിടിപ്പിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ നമുക്കിനി ആ ഭാഗത്തിനൊക്കെ കാത്തിരിക്കാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്